നമസ്കാരം, ഞാൻ സരിത അനൂപ്. GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന കേരളോത്സവത്തിന് തിരിതെളിഞ്ഞു. 3 ദിവസം കോതമംഗലം യുവ കലാകായിക പ്രതിഭകളുടെ സംഗമഭൂമി. പങ്കെടുക്കുന്നത് 5000-ലധികം പേർ. സാംസ്കാരിക ഘോഷയാത്ര വർണ്ണശബളമായി. കോട്ടപ്പാറ പ്ലാന്റേഷനിൽ നിന്നുള്ള ആനകൾ പകൽ വെളിച്ചത്തിലും നാട്ടിൽ തങ്ങുന്നു. വാവേലിക്ക് സമീപം തിങ്കളാഴ്ച രാത്രി എത്തിയ ആനക്കൂട്ടം മടങ്ങിയത് ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെ മാത്രം. ജനങ്ങൾ ആശങ്കയിൽ. കോട്ടപ്പടിക്ക് സമീപം കുറ്റിക്കുഴയിൽ പഞ്ചായത്ത് വക സ്ഥലത്തെ മരം വീണ് ലൈഫ് മിഷനിൽ നിർമ്മിച്ച വീട് ഭാഗികമായി തകർന്നു. കടപുഴകി വീണത് അപകട സാധ്യത കണക്കിലെടുത്ത് മുറിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ട മരം. കോതമംഗലത്ത് ഡ്രൈവിംഗ് പരിശീലനത്തിനിടെ കാർ ബ്രാഞ്ച് കനാലിലേക്ക് മറിഞ്ഞു. കാറിലുണ്ടായിരുന്നവർ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. വാർത്തകൾ വിശദമായി. സംസ്ഥാന കേരളോത്സവത്തിന് കോതമംഗലത്ത് തുടക്കമായി. 5000-ലധികം കലാകായിക താരങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. മന്ത്രി P. രാജീവ് കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളിയാഴ്ചയാണ് കേരളോത്സവത്തിന്റെ സമാപനം. കോതമംഗലത്ത് 4 ദിവസങ്ങളിലായാണ് സംസ്ഥാന കേരളോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. മന്ത്രി P. രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. നോ പറയാം മയക്കുമരുന്നിനോട്, ചേർത്തു പിടിക്കാം നമ്മുടെ നാടിനെ എന്ന മുദ്രാവാക്യം കേരളോത്സവത്തോടനുബന്ധിച്ച് ഏറ്റെടുത്തതിനെ മന്ത്രി അഭിനന്ദിച്ചു. കേരളം ഇന്ത്യയിലെ മയക്കുമരുന്നിന്റെ കേന്ദ്രം എന്ന് പറയുന്നതിനോട് യോജിക്കുന്നില്ലെന്നും കേരളത്തിലെ മയക്കുമരുന്ന് വ്യാപനം ആശങ്കപ്പെടുത്തുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ തെറ്റായ പ്രവണതകളും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മയക്കുമരുന്ന് ഇപ്പോൾ ഗൗരവമായ പ്രശ്നമാണ്. കേരളത്തിൻ്റെ മാത്രമല്ല, ലോകത്തിൻ്റെ പൊതുപ്രശ്നമാണ്. ഇന്ത്യയിലും എല്ലായിടത്തും മയക്കുമരുന്ന് ശക്തിപ്പെടുന്നുണ്ട്. കേരളം ഇന്ത്യയിലെ മയക്കുമരുന്നിൻ്റെ ഒരു പ്രധാന കേന്ദ്രം എന്ന് ചിലർ പറയുന്നതിനോട് നമുക്കെല്ലാവർക്കും വസ്തുതകൾ നോക്കുമ്പോൾ യോജിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ കേരളത്തിലും മയക്കുമരുന്നിൻ്റെ ഉപഭോഗത്തിലുണ്ടാകുന്ന വർധനവ് ആശങ്കപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് കേരള നിയമസഭ തന്നെ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയത്. ഏകകണ്ഠമായി തന്നെ ഒരു നിലപാട് സ്വീകരിച്ചത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, സംഘടനകളുടെ അതിർവരമ്പുകൾക്ക് അതീതമായി നാട് ഒരേ മനസ്സോടെ ഏറ്റെടുത്ത് ചെറുത്ത് തോൽപ്പിക്കേണ്ട ഒരു മഹാവിപത്താണ് ഈ മയക്കുമരുന്നിന്റെ വ്യാപനം എന്ന് നിയമസഭ തിരിച്ചറിയുന്നു. അത് നാടിന്റെ പൊതുവായ തിരിച്ചറിവിന്റെ ഭാഗമാണ്. ഇപ്പൊ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ആന്റണി ജോൺ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KJ മാക്സി MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, KK ടോമി, R അനിൽകുമാർ, EK ശിവൻ, റഷീദ സലീം, റാണിക്കുട്ടി ജോർജ്, സിബി മാത്യു, PM മജീദ്, PK ചന്ദ്രശേഖരൻ നായർ, കാന്തി വെള്ളക്കയ്യൻ, സിന്ധു ഗണേശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. യുവജന ക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ S സതീഷ് സ്വാഗതവും ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് റോണി മാത്യു കൃതജ്ഞതയും പറഞ്ഞു. അടുത്ത 3 ദിവസം 12 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. 59 കലാമത്സരങ്ങളും 118 കായിക മത്സരങ്ങളുമാണ് നടക്കുന്നത്. ഇതിൽ ജില്ലാ തലത്തിൽ നിന്നുള്ള 5000-ലധികം യുവജനങ്ങൾ പങ്കെടുക്കും. മാർബേസിൽ സ്കൂളാണ് മുഖ്യവേദി. MA കോളേജ് ക്യാമ്പസിലും ചെറിയ പള്ളി ഹാളിലും സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് മറ്റ് വേദികൾ സജ്ജമാക്കിയിട്ടുള്ളത്. സമാപന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. GTV ന്യൂസ്, കോതമംഗലം. സംസ്ഥാന കേരളോത്സവത്തിന് മുന്നോടിയായുള്ള സാംസ്കാരിക ഘോഷയാത്ര വർണ്ണശബളമായി. നിശ്ചല ദൃശ്യങ്ങളും നാടൻ കലാരൂപങ്ങളും വാദ്യമേളങ്ങളും ഘോഷയാത്രയുടെ ഭാഗമായി. ജനപ്രതിനിധികളും സമൂഹത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നുള്ളവരും അണിനിരന്നു. സംസ്ഥാന കേരളോത്സവത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് ടൗണിൽ ഘോഷയാത്ര സംഘടിപ്പിച്ചത്. മുനിസിപ്പൽ ഓഫീസിന് സമീപത്തു നിന്നായിരുന്നു തുടക്കം. ആന്റണി ജോൺ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സംഘാടക സമിതി ഭാരവാഹികളും നേതൃത്വം നൽകി.
വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും നാടൻ കലാരൂപങ്ങളും ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ളവരും പഞ്ചായത്തുകളിൽ നിന്നുള്ളവരും പ്രത്യേക ബാനറിന് കീഴിലാണ് അണിനിരുന്നത്. ഘോഷയാത്ര കേരളോത്സവത്തിന്റെ മുഖ്യവേദിയായ മാർ ബേസിൽ സ്കൂൾ ഗ്രൗണ്ടിൽ സമാപിച്ചു. GTV ന്യൂസ് കോതമംഗലം. കോട്ടപ്പാറ പ്ലാന്റേഷനിൽ നിന്നുമെത്തുന്ന ആനക്കൂട്ടം നേരം പുലർന്ന ശേഷവും ജനവാസ മേഖലകളിൽ തുടരുന്നത് ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്നു. കോട്ടപ്പടി വാവേലിയിൽ ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെയാണ് ആനക്കൂട്ടം പ്ലാന്റേഷനിലേക്ക് മടങ്ങിയത്. വിവിധ കൃഷിയിടങ്ങളിൽ ആനക്കൂട്ടം കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. കുട്ടിയാനകൾ ഉൾപ്പെടെ 8 ആനകളുടെ കൂട്ടമാണ് തിങ്കളാഴ്ച രാത്രി കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലി, പുല്ലുവഴിച്ചാൽ തുടങ്ങിയ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങിയത്. ചൊവ്വാഴ്ച രാവിലെ ജനജീവിതം സജീവമായപ്പോഴും ആനകൾ കൃഷിയിടങ്ങളിൽ തന്നെ തുടരുകയായിരുന്നു. രാവിലെ 8 മണിയോടെയാണ് ഇവ മടങ്ങിയത്. മുമ്പേ ആനക്കൂട്ടം പ്ലാന്റേഷനിലേക്ക് മടങ്ങുകയായിരുന്നു പതിവ്. അതിന് മാറ്റം വരികയാണോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. റബ്ബർ ടാപ്പിങ്ങിനും മറ്റ് ആവശ്യങ്ങൾക്കുമെല്ലാം പുലർച്ചെ കൃഷിയിടങ്ങളിലും റോഡുകളിലുമെല്ലാം ഇറങ്ങുമ്പോൾ ആനക്കൂട്ടത്തിന്റെ മുമ്പിൽപ്പെട്ടാൽ അപകടമാകും. പുല്ലുവഴിച്ചാൽ ഭാഗത്ത് വിവിധ കൃഷിയിടങ്ങളിൽ ആനക്കൂട്ടം നാശം വിതച്ചിട്ടുണ്ട്. അങ്ങാടശ്ശേരി സോമന്റെ കൃഷിയിടത്തിൽ നിരവധി വാഴകളും പൈനാപ്പിളുകളും ഉൾപ്പെടെ കൃഷികളാണ് നശിപ്പിച്ചത്. ആനക്കൂട്ടം കൃഷിയിടങ്ങളിൽ എത്തിയത് അറിഞ്ഞുവെങ്കിലും കൂട്ടമായതിനാൽ തുരത്തിയോടിക്കാൻ കഴിയുമായിരുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു.
GTV ന്യൂസ് കോതമംഗലം. കോട്ടപ്പടിക്ക് സമീപം കുറ്റിക്കുഴിയിൽ പഞ്ചായത്ത് വക സ്ഥലത്തെ മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. കാറ്റും മഴയും ഇല്ലാതിരുന്ന സമയത്താണ് മരം വീണത്. വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഈ മരം മുറിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ട് പലതവണ അധികൃതർക്ക് അപേക്ഷ നൽകിയിരുന്നതാണ്. സമീപത്ത് മറ്റൊരു മരം കൂടി അപകടാവസ്ഥയിലുണ്ട്. കോട്ടപ്പടിക്ക് സമീപം പയ്യാൽ കുറ്റുകുഴിയിൽ കൈനിക്കുടി സുശീലയുടെ വീടിന് മുകളിലാണ് ആഞ്ഞിലി മരം കടപുഴകി വീണത്. വീടിന്റെ കോൺക്രീറ്റ് മേൽക്കൂരയ്ക്കും ഭിത്തിക്കും പൊട്ടലുണ്ടായിട്ടുണ്ട്. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. കേടുപിടിച്ചു നിന്നിരുന്ന മരം കാറ്റും മഴയും ഇല്ലാതെ തന്നെയാണ് കടപുഴകിയത്. സുശീല വീട്ടിലുണ്ടായിരുന്നില്ല. ലൈഫ് മിഷനിൽ പെടുത്തി നിർമ്മിച്ച വീടിനാണ് തകർച്ചയുണ്ടായിരിക്കുന്നത്. മരം വെട്ടാൻ വേണ്ടി ആ ചേച്ചി 3-4 അപേക്ഷ കൊടുത്തു. പഞ്ചായത്തിലും ഇതൊക്കെ കൊടുത്താൽ അപ്പോൾ ഫോറസ്റ്റിനും അവരൊന്ന് നോക്കി അളവൊക്കെ നോക്കിയിട്ട് പോയതാണ്. ഇതുവരെയായിട്ട് അത് നടപടി ഉണ്ടായില്ല. ഇപ്പോൾ ആ കിടക്കുന്ന കഷ്ണം ഇപ്പം അങ്ങോട്ട് എപ്പോഴും പറയുന്ന അറിയാമുള്ള അത് കഷ്ണം നിൽക്കണില്ല. അടിയും പോയി ഒക്കെ ഇരിക്കുക. അതിൻ്റെ കൂടെ നിൽക്കണവരോടെ ഉണ്ട് അങ്ങോട്ട് ചേരി അതിപ്പോൾ എപ്പോഴും പറയുന്ന അറിയാമുള്ളത്. അശമന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിബി ഷാജി ഉൾപ്പെടെയുള്ള മെമ്പർമാരും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പുറമ്പോക്ക് ഭൂമിയിൽ നിന്നിരുന്ന മരമാണ് അപകടമുണ്ടാക്കിയത്. ഈ മരം അപകടമുണ്ടാക്കുമെന്ന് നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു. ഇക്കാരണത്താൽ മരം മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് സുശീലയും മറ്റു ചിലരും അധികാരികൾക്ക് പരാതി നൽകിയിരുന്നതാണ്. ഇതിനുള്ള നടപടികൾ ആരംഭിച്ചതാണെങ്കിലും ഫലവത്തായില്ല. സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം മരത്തിന് നിശ്ചയിച്ച വില ഉയർന്നതാകയാൽ തടി വ്യാപാരികൾ അനുകൂലമായി പ്രതികരിക്കാതിരുന്നതാണ് മരം മുറിക്കുന്നതിന് തടസ്സമായത്. സമീപത്തു തന്നെ മറ്റൊരു മരം കൂടി അപകടാവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. ഈ മരത്തിന്റെ കാര്യത്തിലും നടപടികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യം നാട്ടുകാർക്കുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു അപകടം നടന്നിരിക്കുകയാണ്. ഒരു ലൈനിലേക്ക് ഒരു ആഞ്ഞിലിയുടെ ഒരു ശിഖരം ഒടിഞ്ഞാടി ഒരു ദുരന്തം ഉണ്ടായിരിക്കുകയാണ്. ഒരു വീടിൻ്റെ മുകളിലേക്കാണ്. സുശീല എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടാണ്. അംഗനവാടി ടീച്ചറായിരുന്നു, റിട്ടയർഡാണ്. അദ്ദേഹത്തിന് ലൈഫിൽ നിന്ന് കിട്ടിയ വീടായിരുന്നത്. അതിൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ മരം മറിഞ്ഞ് വീണ് അതിൻ്റെ വാർക്കയ്ക്കും പാരപ്പറ്റിനും കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നത്. നിലവിൽ പുറമ്പോക്കിൽ നിൽക്കുന്ന സ്ഥലത്താണ് പുറമ്പോക്കിലാണ് ഈ മരം നിൽക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ 6 മാസം മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മെമ്പർ പരാതിയൊക്കെ വിലയിൽ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അവർ ഫോറസ്റ്റിലേക്ക് അറിയിച്ച് ഫോറസ്റ്റുകാരൊന്ന് വിലയിട്ടപ്പോൾ തടിക്കച്ചവടക്കാർക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിലയിട്ടാണ് കാരണം അവരത് വെട്ടാൻ തയ്യാറായിട്ടില്ല. അതാണ് ഉണ്ടായ കാര്യം. അപ്പോൾ അതിപ്പോൾ മഴയും കാറ്റും ഒന്നുമില്ലാത്ത സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ആ ചേച്ചി വളരെ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് വേണ്ട സഹായം എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണം. GTV ന്യൂസ് കോതമംഗലം. കോതമംഗലത്ത് ഡ്രൈവിംഗ് പരിശീലിക്കുന്നതിനിടെ കാർ പെരിയാർ വാലി ബ്രാഞ്ച് കനാലിലേക്ക് തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഫയർഫോഴ്സാണ് കാർ കരയ്ക്ക് കയറ്റിയത്. കോതമംഗലം അമ്പലപ്പറമ്പിൽ മാരുതി 800 കാറാണ് പെരിയാർവാലി കനാലിലേക്ക് മറിഞ്ഞത്. കുത്തുകുഴി വെളിയത്ത് ജോൺസന്റേതായിരുന്നു കാർ. ഡ്രൈവിംഗ് പരിശീലനത്തിനിടെയാണ് അപകടമുണ്ടായത്. കാറിലുണ്ടായിരുന്നവർ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. പതിനഞ്ചടി താഴ്ചയിലാണ് കാർ വീണത്. കോതമംഗലത്തെ ഫയർഫോഴ്സ് യൂണിറ്റ് കാർ കരക്കെടുത്തു. സീനിയർ ഫയർ ഓഫീസർ സിദ്ദിഖ് ഇസ്മായിൽ, KN ബിജു, KP ഷമീർ, P സുബ്രഹ്മണ്യൻ, OA ആബിദ്, നന്ദു കൃഷ്ണ, വിഷ്ണു മോഹൻ, MA രഞ്ജിത്ത്, M സേതു എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. GTV ന്യൂസ് കോതമംഗലം. ഇടവേള. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന്, സ്വപ്നത്തിന് ഒരു സമ്മാനം എന്ന പോലെ ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി
എംബിറ്റ്സ്. ജോഹാൻ ജ്വല്ലേഴ്സ് ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും കൂടുതൽ വിശാലമായ കളക്ഷനുകളോടെ മാറ്റത്തിന്റെ അലകൾ വീശിക്കൊണ്ട് പ്രീമിയം പ്ലാറ്റിനം വെഡിംഗ് റിങ്ങുകൾ, IGI സർട്ടിഫൈഡ് സോളിറ്ററി നാച്ചുറൽ ഡയമണ്ട്സ്, ലാബ് ഗ്രോൺ ഡയമണ്ട്സ് കളക്ഷനുകൾ, 22 കാരറ്റ് 916 സ്വർണത്തോടൊപ്പം 18 കാരറ്റ് 14 കാരറ്റ് ഗോൾഡ് ഓർണമെന്റ്സ്, 92.5 സിൽവറിലും പഞ്ചലോഹത്തിലും തീർത്ത എല്ലാ ആഭരണങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ അവതരിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജ്വല്ലറിയായി ജോഹാൻ ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. അഴിമതി നിരോധന നിയമപ്രകാരം മാസപ്പിടി കേസ് അന്വേഷിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയാകുമെന്ന് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. സുപ്രധാനമായ വികസന പദ്ധതികളൊന്നും നടപ്പാക്കാതെയാണ് സംസ്ഥാനത്തിന്റെ പൊതുകടം ഭയാനകമായി വർദ്ധിച്ചത്. UDF പിണ്ടിമന മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാത്യു കുഴൽനാടൻ. സംസ്ഥാനത്തിന്റെ ഖജനാവിലെത്തേണ്ട രൂപയാണ് കരിമണൽ കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾക്കുൾപ്പെടെ അനധികൃതമായി നൽകിയതെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. മാസപ്പടി കേസിന്റെ അന്വേഷണം അഴിമതി നിരോധന നിയമപ്രകാരം നടത്തിയാൽ മുഖ്യമന്ത്രി പ്രതിയാകും. സംസ്ഥാന വിജിലൻസിനോ CBIക്കോ മാത്രമേ നിയമപ്രകാരം അന്വേഷണം സാധ്യമാകുകയുള്ളൂവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നേരിട്ട് പണം വാങ്ങിയത്, ബാങ്ക് മുഖാന്തരം പണം വാങ്ങിയതായി രേഖ കാണിക്കാൻ കഴിയില്ല. പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്നത് അഴിമതി നിരോധന നിയമപ്രകാരം കേസ് അന്വേഷിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ആവർത്തിച്ച് അഴിമതി നിരോധന പ്രകാരമുള്ള കേസ് അന്വേഷണം നടക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അഴിമതി നിരോധന പ്രകാരം കേസ് അന്വേഷിക്കാൻ 2 മാർഗങ്ങളാണുള്ളത്. ഒന്ന് സംസ്ഥാനത്തെ വിജിലൻസ്, 2 കേന്ദ്രത്തിലെ CBI ആണ്. പലരും എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ കേന്ദ്ര ഏജൻസിയെ സമീപിക്കാതിരുന്നത് എന്ന്. CBI കേസെടുക്കുന്നത് 3 പശ്ചാത്തലത്തിലാണ്. ഒന്ന്, ദേശവ്യാപകമായ ഒരു അഴിമതിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ, നിരവധി സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന അഴിമതിയാണെന്ന് ബോധ്യപ്പെട്ടാൽ. 2, ഏതെങ്കിലും സംസ്ഥാന സർക്കാർ ഒരു പ്രത്യേക കേസ് CBIയോട് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ CBIക്ക് ആ കേസ് ഏറ്റെടുക്കാൻ കഴിയും. UDF പിണ്ടിമന മണ്ഡലം കമ്മിറ്റി മുത്തംകുഴിയിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചതുൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. വലിയ വികസന പ്രവർത്തനങ്ങളൊന്നും നടത്താതെ തന്നെയാണ് സംസ്ഥാനത്തിന്റെ പൊതുകടം 6 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ധൂർത്തും പിടിപ്പുകേടുമാണ് കാരണമെന്ന് മാത്യു കുഴൽനാടൻ ആരോപിച്ചു. മണ്ഡലം ചെയർമാൻ മത്തായി കോട്ടക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു. ഒരു സുപ്രധാനമായ വികസന പദ്ധതിയും നമ്മുടെ മുമ്പിൽ കാണാനില്ല. പക്ഷെ ഇന്ന് ഈ സംസ്ഥാനത്തിന്റെ പൊതുകടം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ അത് 6 ലക്ഷം കോടിയിലേക്ക് അടുക്കുകയാണ്. ഞാൻ വെറുതെ ഈ സായം സന്ധ്യയിൽ വന്ന് നിങ്ങളോട് കള്ളം പറഞ്ഞു മടങ്ങിപ്പോകുന്നതല്ല. കഴിഞ്ഞ ബഡ്ജറ്റില് ഈ സർക്കാർ തന്നെ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച ബഡ്ജറ്റ് രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് 6 ലക്ഷം കോടിയിലേക്ക് അടുക്കുകയാണ് ഈ സംസ്ഥാനത്തിന്റെ പൊതുകടം. എല്ലാ ദിവസവും കേന്ദ്ര സർക്കാരിന് ഇവിടുന്ന് സർക്കാർ എഴുതുന്ന കത്ത് ഞാൻ നിസ്സംശയം നിങ്ങളോട് പറയാൻ കഴിയും. നമ്മുടെ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി കേന്ദ്രത്തിലേക്ക് അയച്ചിട്ടുള്ള കത്തുകളിൽ മഹാഭൂരിപക്ഷം കത്തുകളും ഒന്നുകിൽ ഞങ്ങൾക്ക് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിച്ച് തന്നെ കടമെടുക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാഭൂരിപക്ഷം കത്തുകളും. സമരത്തിന്റെ സമാപന സമ്മേളനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനൂപ് ഇട്ടൻ ഉദ്ഘാടനം ചെയ്തു. ഷിബു തേക്കുംപുറം, ഷമീർ പനക്കൽ, ബാബു ഏലിയസ്, മാത്യു ജോസഫ്, AS എൽദോസ്, AB എബ്രഹാം, PC ജോർജ്, JC സാജു, നോബിൾ ജോസഫ്, ജെയ്സൺ ദാനിയൽ, സണ്ണി വേളുക്കര, പ്രിൻസ് വർക്കി, ജോളി ജോർജ്, ബിനോയ് പുളിനാട്ട്, ബേസിൽ തണ്ണിക്കോട്ട്, ജോസ് കൈതക്കൽ, ജോയി കൗങ്ങുംപിള്ളി, TA ഷൗക്കത്ത് അലി, സത്താർ വട്ടക്കുടി, ലൈജു പണിക്കർ, SM നാസർ, സോവി കൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ് കോതമംഗലം. ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ബസ് സംരക്ഷണ യാത്രയ്ക്ക് കോതമംഗലത്ത് സ്വീകരണം നൽകി. ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് ബസ് സംരക്ഷണ യാത്ര നടത്തുന്നത്. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക, ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകുക, ഗതാഗത നയം നടപ്പാക്കുക, മോട്ടോർ വാഹന വകുപ്പിന്റെ അശാസ്ത്രീയ ഉത്തരവുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സംഘടന ഉന്നയിക്കുന്നത്. G. ഗോപിനാഥനാണ് ക്യാപ്റ്റൻ. ഈ ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ഈ മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പോരാട്ടത്തിലേക്ക് ഇറങ്ങാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിന്റെ കാര്യം പറഞ്ഞു. കഴിഞ്ഞ 14 വർഷക്കാലമായി ഇന്നും 1 രൂപയാണ്. ഞാനിപ്പോൾ തൊട്ടടുത്ത ബസ് സ്റ്റാൻഡിൽ ഞങ്ങളുടെ പര്യടന വേളയിൽ അവിടെ
ശൗചാലയം ഉപയോഗിക്കുന്നതിന് വേണ്ടി പോയിരുന്നു. സ്വകാര്യ ബസ്സുകളിൽ 50 പൈസ ടിക്കറ്റ് നിരക്കുള്ള സമയത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ശൗചാലയം ഉപയോഗിക്കാനുള്ള റേറ്റ് 5 പൈസയായിരുന്നു. 50 പൈസ സ്വകാര്യ ബസ്സിലെ ഒരു വിദ്യാർത്ഥി ശൗചാലയം ഉപയോഗിക്കാൻ ഒരു വിദ്യാർത്ഥി ഒരു പൊതുജനം ആരെങ്കിലും ബസ് സ്റ്റാൻഡിൽ പോയി ഉപയോഗിച്ചാൽ 5 പൈസ കൊടുത്താൽ നടത്തുന്ന കാര്യമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ അടുത്ത ബസ് സ്റ്റാൻഡിൽ പോയപ്പോൾ അവിടെ കണ്ടത് 5 രൂപയാണ്. പക്ഷേ സ്വകാര്യ ബസ്സുകളിൽ കയറുന്ന വിദ്യാർത്ഥികളുടെ യാത്രാക്കാർക്ക് എപ്പോഴും 1 രൂപയാണ്. യാത്രയ്ക്ക് കോതമംഗലത്ത് സ്വീകരണം നൽകി. കബീർ, ശിവരാജ്, അജ്മൽ, റഹീം, നൌഷാദ്, സന്തോഷ് തുടങ്ങിയവർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. GTV ന്യൂസ്, കോതമംഗലം. കോതമംഗലം ഗ്രേറ്റർ ലയൺസ് ക്ലബ്ബ് കീരമ്പാറയിൽ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ നടത്തി. കോതമംഗലം ഗ്രേറ്റർ ലയൺസ് ക്ലബ്ബ് നിർമ്മിച്ചു നൽകുന്ന 4ാമത്തെ വീടിന്റെ തറക്കല്ലിടലാണ് കീരമ്പാറ പുന്നേക്കാട് നടത്തിയത്. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ജോസഫ് മനോജ് തറക്കല്ലിടൽ നിർവഹിച്ചു. ഡിജിൽ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബീന റോജോ, ആശാമോൾ ജയപ്രകാശ്, ഫാദർ മാത്യൂസ് കൊച്ചുപുരയ്ക്കൽ, KC മാത്യൂസ്, ബെറ്റി കോരച്ചൻ, CA ടോണി ചാക്കോ, ജിജി പുളിക്കൽ, CI ജോർജ് മങ്ങാട്ട്, PT വർഗീസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. GTV ന്യൂസ്, കോതമംഗലം. ഊന്നുകൽ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കലാകായിക പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. സൗജന്യമായാണ് പരിശീലനം നൽകുന്നത്. ഊന്നുകൽ സഹകരണ ബാങ്ക് ഊന്നുകൽ പോലീസുമായി സഹകരിച്ചാണ് കലാകായിക പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള ക്യാമ്പിന്റെ ഉദ്ഘാടനം ഊന്നുകൽ SI MV ബിജു നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് MS പൗലോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ജോയി പോൾ, PA സുധീഷ്, VC മാത്തച്ചൻ, ലിസി ജോയ്, സോണിയ കിഷോർ, മിനി ദേവദാസ്, ദിവ്യ സുരേഷ്, ജയ സതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തോമസ് പോൾ സ്വാഗതവും KK ബിനോയ് കൃതജ്ഞതയും പറഞ്ഞു. GTV ന്യൂസ്, കോതമംഗലം. കോതമംഗലം മാർ ബേസിൽ സൺഡേ സ്കൂൾ വാർഷികം ആഘോഷിച്ചു. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയുടെ കീഴിലുള്ള കോതമംഗലം മാർ ബേസിൽ സൺഡേ സ്കൂളിന്റെ 73ാമത് വാർഷികമാണ് ആഘോഷിച്ചത്. ഉദ്ഘാടനം ഏലിയാസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. വികാരി ഫാദർ ജോസ് തച്ചേത്തുകൂടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ നിയോൺ പൗലോസ് കറുകപ്പിള്ളിൽ, KK ജോസഫ്, AB വർഗീസ്, ബാബു കൈപ്പിള്ളിൽ, ബിനോയ് മണ്ണഞ്ചേരിൽ, PV പൗലോസ്, AB ഞാളിയത്ത്, ജോമോൻ മാത്യു, ബാബു വർഗീസ്, സജി K ജേക്കബ്, ഇമാ മറിയം ഷിബു തുടങ്ങിയവർ പ്രസംഗിച്ചു. കലാപരിപാടികളും ഉണ്ടായിരുന്നു. GTV ന്യൂസ്, കോതമംഗലം. കോതമംഗലം പാറത്തോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം വ്യാഴാഴ്ച ആരംഭിക്കും. ശനിയാഴ്ചയാണ് സമാപനം. വിശേഷാൽ ദീപാരാധന, കലശാഭിഷേകം, അഖണ്ഡ നാമജപം, പ്രസാദ ഊട്ട് എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. ശനിയാഴ്ചയാണ് കലശപൂജയും കലശാഭിഷേകവും. ചടങ്ങുകൾക്ക് തന്ത്രി തേവണംകോട്ട് നാരായണൻ നമ്പൂതിരിയും മേൽശാന്തി പൊത്തോപ്പുറത്ത് സുരേഷ് നമ്പൂതിരിയും കാർമുകത്വം വഹിക്കും. കലാപരിപാടികളും ഉണ്ടായിരിക്കും. കോട്ടപ്പടി കൽക്കുന്നേൽ സെന്റ് ജോർജ് പള്ളിയിൽ ബൈബിൾ കൺവെൻഷൻ ആരംഭിച്ചു. ഏലിയാസ് മാർ യൂലിയോസ് മെത്രോപൊലീത്ത ഉദ്ഘാടനം നിർവഹിച്ചു. വികാരി ഫാദർ ജോസ് പരുത്തുവയലിൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ബെൻ കല്ലുങ്കൽ, ജോർജ് ചേന്നോത്തുമാലിൽ, TP കുര്യാക്കോസ് എന്നിവർ പ്രസംഗിച്ചു. ഫാദർ സജി കിളിയൻകുന്നത്ത് ആദ്യ ദിവസത്തെ കൺവെൻഷൻ പ്രസംഗം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന കേരളോത്സവത്തിന് തിരിതെളിഞ്ഞു. 3 ദിവസം കോതമംഗലം യുവ കലാകായിക പ്രതിഭകളുടെ സംഗമഭൂമി. പങ്കെടുക്കുന്നത് 5000-ലധികം പേർ. സാംസ്കാരിക ഘോഷയാത്ര വർണ്ണശബളമായി.
കോട്ടപ്പാറ പ്ലാന്റേഷനിൽ നിന്നുള്ള ആനകൾ പകൽ വെളിച്ചത്തിലും നാട്ടിൽ തങ്ങുന്നു. വാവേലിക്ക് സമീപം തിങ്കളാഴ്ച രാത്രി എത്തിയ ആനക്കൂട്ടം മടങ്ങിയത് ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെ മാത്രം. ജനങ്ങൾ ആശങ്കയിൽ. കോട്ടപ്പടിക്ക് സമീപം കുറ്റിക്കുഴയിൽ പഞ്ചായത്ത് വക സ്ഥലത്തെ മരം വീണ് ലൈഫ് മിഷനിൽ നിർമ്മിച്ച വീട് ഭാഗികമായി തകർന്നു. കടപുഴകി വീണത് അപകട സാധ്യത കണക്കിലെടുത്ത് മുറിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ട മരം. കോതമംഗലത്ത് ഡ്രൈവിംഗ് പരിശീലനത്തിനിടെ കാർ ബ്രാഞ്ച് കനാലിലേക്ക് മറിഞ്ഞു. കാറിലുണ്ടായിരുന്നവർ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.